കണ്ണൂരിൽ കാട്ടുപന്നി ശല്യം നേരിട്ടറിയാനെത്തിയ നഗരസഭാ ചെയർമാന് നേരെ കാട്ടുപന്നി ആക്രമണം. പാനൂർ നഗരസഭാ ചെയർമാൻ KP ഹാഷിം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. പാനൂർ നഗരസഭാ പരിധിയിലെ കരിയാട് മേഖലയിൽ വച്ചാണ് ആക്രമണം ഉണ്ടായത്. നമ്മുടെ നാട്ടില് കാട്ടുപന്നികളുടെ ശല്യം അതിരൂക്ഷമായി ഓരോ ദിവസവും വരികയാണ്. ആളുകൾ വളരെ പ്രയാസത്തോടു കൂടിയാണ് രാത്രികാലങ്ങളിലായാലും പകലായാലും കൃഷിയിടങ്ങളിലോ പൊതുസ്ഥലത്തോ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിൽ കാട്ടുപന്നികൾ ആളുകളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ മൊകേരിയിൽ ഒരാളെ കൃഷിയിടത്തിൽ വെച്ച് കാട്ടുപന്നി ആക്രമിച്ച് അദ്ദേഹം കുത്തേറ്റ് മരണപ്പെട്ടതാണ് ഏറ്റവും അടുത്തതായി നമ്മുടെ മുന്നിലേക്ക് വന്ന വാർത്ത. കഴിഞ്ഞ ദിവസം കരിയാട് മേഖലയിൽ ഇതുപോലെ കാട്ടുപന്നി ശല്യവുമായി ബന്ധപ്പെട്ട് ആളുകൾ വിളിക്കുകയും ആ പ്രദേശത്ത് കാട്ടുപന്നികളുടെ ആവാസ കേന്ദ്രങ്ങൾ ഉള്ള സ്ഥലങ്ങൾ രാത്രിയിൽ ഒരു 9 മണിക്കും 10 മണിക്കും ഇടയിലുള്ള ഒരു പരിശോധനയുമായി ബന്ധപ്പെട്ട് ഞങ്ങളും അവിടെയുള്ള കൗൺസിലർമാരൊക്കെ പോയി. ആ സമയത്താണ് പെട്ടെന്ന് എൻ്റെ മുന്നിലേക്ക് കാട്ടുപന്നി എടുത്തു ചാടുന്ന രീതിയിലേക്ക് അവിടെ 2 കൗൺസിലർമാർ, അവിടെയുള്ള അൻവർ കക്കാട്ട്, എന്നെ കരീംക ഉൾപ്പെടെയുള്ള 2 കൗൺസിലർമാർ കൂടെ ഉണ്ടായിരുന്നു. പുത്തൻപള്ളി പരിസരത്താണ് കാട്ടുപന്നി അതിരൂക്ഷമായ ശല്യം ഉണ്ടാകുന്നത് എന്ന ആളുകൾ പറയുകയും ഞാനും കൗൺസിലർമാരൊക്കെ അത്ഭുതകരമായിട്ടാണ് അവിടുന്ന് രക്ഷപ്പെട്ടത്. കാരണം അത് നടന്നു പോകുന്ന വഴികളിൽ വിജനമായ സ്ഥലത്തുകൂടി കാട്ടുപന്നികൾ കടന്നു വരികയും നേരെ മുന്നിലേക്ക് എടുത്തു ചാടുന്ന രീതിയിലേക്ക് ആണ് ഉണ്ടായത്. ആ ഒരു അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ്. ജീവൻ കിട്ടിയത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുകയാണ്. നമ്മുടെ മേഖലകളിലൊക്കെ വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നു കണ്ണൂരിൽ നിന്നും. നിഖിൽ, കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നാണ് കൃഷിസ്ഥലത്ത് ഒരാൾ കാട്ടുപന്നി ആക്രമണത്തിൽ മരിച്ച വാർത്ത പുറത്തുവന്നത്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ ശല്യം നേരിട്ടറിയാനെത്തിയ നഗരസഭാ ചെയർമാന് നേരെ തന്നെ കാട്ടുപന്നി ആക്രമണം ഉണ്ടാകുന്ന വാർത്ത പുറത്തേക്ക് വരുന്നത്. ഇങ്ങനെ കാട്ടുപന്നികൾ അക്രമ സ്വഭാവത്തോടെ പെരുമാറുന്നു എന്നുള്ളതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഏതൊക്കെ പ്രദേശങ്ങളിലാണ് പ്രധാനമായും ഈ കാട്ടുപന്നി ശല്യം ഉള്ളത്? കണ്ണൂർ ജില്ലയിൽ നിലവിൽ അങ്ങനെ ഒരു പ്രത്യേക പ്രദേശം എടുത്ത് പറയാനാവാത്ത വിധത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു എന്നുള്ളതാണ്. അത് നഗര വ്യത്യാസമില്ലാതെ പോലും ഇത്തരത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണം ജനജീവിതത്തെ ദുസ്സഹമാക്കുന്നു എന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം തന്നെയാണ് ഈ പാനൂർ മേഖലയിലുള്ളത്. പാനൂർ മേഖലയിൽ ഈ നഗരസഭാ ചെയർമാന്റെ നേതൃത്വത്തിൽ അവിടെ സന്ദർശനം, ജനങ്ങൾ നിരന്തരം പരാതി പറഞ്ഞതിനെ തുടർന്നാണ് അവിടെ സന്ദർശിക്കാൻ എത്തിയത്. അപ്പോഴാണ് അദ്ദേഹത്തിന് നേരെ ഇത്തരത്തിൽ കാട്ടുപന്നി പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഈ രാത്രി പകല് അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ തന്നെ ഇവയുടെ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. രാത്രികാലങ്ങളിൽ ഈ ഇരുചക്ര വാഹനങ്ങൾ, ഒപ്പം തന്നെ ഓട്ടോറിക്ഷകൾ തുടങ്ങിയവയിലെല്ലാം സഞ്ചരിക്കുന്നത് വലിയ ഭീതിയോടെ സഞ്ചരിക്കേണ്ടുന്ന ഒരു സാഹചര്യം കണ്ണൂർ ജില്ലയിലെ പല മേഖലകളിലും രൂപപ്പെട്ട് കഴിഞ്ഞു. മാത്രമല്ല, ഇത് പെരുകുന്ന ഒരു സാഹചര്യം കൂടുതലാകുന്നു എന്ന ഒരു കാര്യം കൂടി കർഷകരും അല്ലെങ്കിൽ ഈ ഗ്രാമങ്ങളിലുള്ള ആളുകളും പറയുന്നുണ്ട്. കാരണം അത്രയധികം എണ്ണം ഇവയുടേത് ഉണ്ട് എന്നുള്ളതാണ്. പലയിടങ്ങളിലും പഞ്ചായത്തുകൾ അവരുടെ നേതൃത്വത്തിൽ ഇവയെ വെടിവെക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ അതൊന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയുടെ ഏകദേശം എല്ലാ മേഖലകളിലും ഈ ശ്രീകണ്ഠാപുരം, ഇരിക്കൂർ, നടുവിൽ തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ഇവയുടെ ശല്യമുണ്ട്. ഒപ്പം കുടിയാൻമല, പയ്യാവൂർ പോലുള്ള മേഖലകളിലും ഇവയുടെ ശല്യം വലിയ രീതിയിൽ ജനജീവിതത്തെ ബാധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ കർശനമായ നടപടികൾ ഉണ്ടാകണം വനംവകുപ്പിന്റെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് എന്നതാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രധാനപ്പെട്ട ആവശ്യം. നിഖിൽ അളവൂർ, കണ്ണൂരിൽ നിന്ന്.